വളരെ ഈസി ആയിട്ടുള്ള ഒരു ഗേളിൻ്റെ പെൻസിൽ ഡ്രോയിങ്ങാണ് ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനിവിടെ ഒരു A4 ആർട്ട് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ഡ്രോയിങ് പെൻസിലാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു പെൻസിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഡ്രോയിങ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് തുടക്കക്കാർക്ക് പോലും വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഗേളിൻ്റെ ആ ഒരു ഹെഡിൻ്റെ പോർഷനാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. ചെറിയ ഒരു കേവായിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് താഴേക്ക് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് നമ്മൾ നിർത്തുക. കണ്ടോ? ഇതുപോലെ ഒന്ന് നമുക്ക് ഷേപ്പ് ചെയ്ത് നിർത്താം. ഇനി നമ്മൾ ഹെയറിൻ്റെ വേറൊരു പോർഷനാണ് വരയ്ക്കാനുള്ളത്. ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഏറ്റവും അറ്റത്ത് നിന്ന് തുടങ്ങാൻ പാടില്ല. ആ ഒരു ഹെയർ കാറ്റത്ത് പറന്ന് നിൽക്കുന്ന ആ ഒരു ഇതാണ് നമ്മൾ ഇപ്പോൾ വരയ്ക്കുന്നത്. ഇനി ആ ഭാഗത്തൊന്നും ഇതുപോലെ ഒന്ന് ഷേപ്പായിട്ട് വരച്ച് നിർത്തുക. ഇനി ഈ ഹെയറിൻ്റെ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് വളച്ച് നിർത്തുക. ഇനി നമുക്ക് ആ ഭാഗത്തുനിന്ന് മുടി ഫ്രണ്ടിൽ കട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് വളച്ച് അങ്ങോട്ട് പതിയെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ? ആദ്യം നമ്മൾ ഔട്ട്ലൈൻസ് മാത്രമാണ് വരച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഫേസിൻ്റെ ചെറിയൊരു ഭാഗം അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഗേളിനെയാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് റൈറ്റിലേക്ക് നമ്മൾ ചരിച്ച് നിർത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ലെഫ്റ്റിലേക്ക് താഴേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. കണ്ടോ? അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഗേളിനെയാണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. എന്നിട്ട് അങ്ങോട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. കണ്ടോ? ഇനി നമ്മൾ ഐലാഷിൻ്റെ ഒരു ഇത് ചെറുതായിട്ട് അവിടെ ഒന്ന് വരച്ചു കൊടുക്കുക. ഐലാഷ് മാത്രം നമ്മൾ ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. വേറെ ഫേസിൻ്റെ വേറൊരു ഇതും നമ്മൾക്ക് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു ലുക്കായിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ്. അപ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് കാണുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഐലാഷിൻ്റെ ഇത് മാത്രം നമ്മളൊന്ന് വരച്ചു കൊടുത്താൽ മതി. ഇനി ഒരു ഹെയർ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ഒരു ഫ്ലവറിൻ്റെ ഒരു ഹെയർ ബോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ആ വരച്ച ആ ഒരു ഷേപ്പിൽ കൂടെ തന്നെ ചെറിയ ചെറിയ കുറച്ച് ഫ്ലവേഴ്സ് നമുക്ക് ഒന്ന് വരച്ച് കൊടുക്കാം. കണ്ടോ? ഇത് ഏത് തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ്, വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ വരച്ചത്. അപ്പോൾ ഇത് നോക്കി എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ ആ ഒരു നെക്കിൻ്റെയും ഷോൾഡറിൻ്റെയും ആ ഒരു ഭാഗമാണ് ഞാനിപ്പോൾ ഇവിടെ വരയ്ക്കുന്നത്. ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗം നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ആ ഗേളിൻ്റെ ഫ്രോക്കിൻ്റെ ആ ബാക്ക് നെക്കാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. കണ്ടോ? ആ ഒരു റൈറ്റ് സൈഡിൽ നിന്ന് വന്ന് താഴേക്ക് വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പോകുന്നില്ല. അത് ഹെയറിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന രീതിയിലാണ് ഇവിടെ വരച്ച് കൊടുക്കുന്നത്. ഇനി ആ ഫ്രോക്കിൻ്റെ സ്ലീവാണ് വരയ്ക്കുന്നത്. അതൊന്ന് പഫായിട്ടുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ നമുക്ക് പതിയെ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം ഷേപ്പായിട്ട്. ഈ മറ്റേ ഫ്രോക്കിൻ്റെ താഴത്തേക്കുള്ള പോർഷനാണ് ഇപ്പോൾ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി വരച്ചു കൊടുക്കുക. പിന്നെ വളരെ ലൈറ്റായിട്ട് ചെറിയൊരു ലൈൻ പോലെ നമുക്ക് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കാം.
ക്രോസ് ചെയ്തിട്ട് ഒരു ലൈൻ പോലെ ഒന്ന് അധികം പ്രസ് ചെയ്യാണ്ട് തന്നെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് ചെറിയ ഒരു ബട്ടർഫ്ലൈ ഷേപ്പ് നമുക്ക് വരച്ചു കൊടുക്കാം. ഉണ്ടോ? ഇനി അതിൻ്റെ അവിടെ തന്നെ ഒരു ഡബിൾ ലൈൻ പോലെ ഞാനൊന്ന് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഫ്രോക്കിൻ്റെ താഴെ ഭാഗമാണ് വരയ്ക്കുന്നത്. ഒരു കാറ്റത്ത് ഫ്രോക്ക് ഇങ്ങനെ പറന്ന് നിൽക്കുന്ന ഒരു ലുക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഷേപ്പായിട്ട് തന്നെ നമ്മൾ വരയ്ക്കാൻ ശ്രദ്ധിക്കുക. താഴെ ഭാഗം എല്ലാം വരയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. കണ്ടോ, ഇതുപോലൊരു ഷേപ്പായിട്ടുള്ള വാട്ടർ ഡ്രോപ്പ് പോലെ താഴെ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അതിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് ഒരു ഷേപ്പായിട്ട് തന്നെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിൻ്റെ അടുത്തതായിട്ടും ഇതുപോലെ തന്നെ ഒരു ഷേപ്പ് ആയിട്ടുള്ള ഒരു വാട്ടർ ഡ്രോപ്പ് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അത് കാറ്റത്ത് ഇങ്ങനെ ഡ്രസ്സൊക്കെ പറന്ന് നിൽക്കുന്ന ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ വരയ്ക്കുന്നത്. പതിയെ പതിയെ ഓരോ സ്റ്റെപ്പും നോക്കി വരച്ചാൽ നിങ്ങൾക്കും നല്ല രീതിയിൽ തന്നെ വരയ്ക്കാൻ പറ്റും. ഞാനിത് റഫായിട്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ ഇതുപോലെ ഷേപ്പാക്കി കൊണ്ടുവരിക. കണ്ടോ, ഇനി ആ ഒരു ജോയിൻ്റ് ഇതുപോലെ അവിടെ നിന്ന് എടുത്ത് ഇതുപോലെ ഒന്ന് വളച്ച് നിർത്തുക. ഇനി അവിടെ നിന്ന് നമുക്ക് ഷേപ്പായിട്ട് ആ ഫ്രോക്കിൻ്റെ മോൾ ഭാഗത്തേക്ക് ഇതുപോലെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. ഇനി അവിടെ നിന്ന് തുടങ്ങി താഴേക്ക് കൊണ്ടുപോയി പിന്നെയും മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഇതുപോലെ ഷേപ്പായിട്ട് നമുക്ക് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ആ ഭാഗത്ത് നിന്ന് നമുക്ക് പതിയെ ഒരു ഷേപ്പായിട്ട് ഇതിങ്ങോട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൻ്റെ ഔട്ട്ലൈനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ബട്ടർഫ്ലൈ വരച്ച ആ ഭാഗത്തുനിന്ന് വലിയൊരു വാട്ടർ ഡ്രോപ്പ് പോലെ കുറച്ച് ഷേപ്പായിട്ട് വരയ്ക്കുക. അതിനോട് ചേർന്ന് തന്നെ ഒരു ലൈനും കൂടെ അതിനോട് ചേർന്ന് വരയ്ക്കുക. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ഷേപ്പായിട്ടാണ് വരയ്ക്കേണ്ടത്, സ്ട്രെയിറ്റ് ആയിട്ടല്ല, കുറച്ച് ഷേപ്പായിട്ട് ഇതുപോലെ ഒരു ലൈൻ പോലെ വരച്ച് താഴേക്ക് കൊണ്ടുവരിക. അതേപോലെ ഒരു സെക്കൻഡ് ലൈനും കൂടെ അതിനോടൊപ്പം നമ്മൾ വരച്ച് മുകളിലേക്ക് ജോയിൻ ചെയ്യും. ഇനി നമ്മൾ ആ കയ്യിൻ്റെ ഒരു പോർഷനാണ് വരയ്ക്കുന്നത്. അത് ഫുള്ളായിട്ട് കിട്ടില്ല, എന്നാലും നമ്മൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ആ കയ്യ് ഒന്ന് വരച്ചു കൊടുക്കാം. ഇതുപോലെ താഴേക്ക് വരുമ്പോൾ ആ ഒരു കണ്ടോ, ഇങ്ങോട്ട് റൈറ്റിലേക്ക് ചെറുതായിട്ട് നമുക്ക് ഒന്ന് ഷേപ്പാക്കി നിർത്താം. ആ ഒരു പോർഷൻ ഫ്രണ്ടിലാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് എത്രത്തോളം ഹാൻഡിൻ്റെ ആ ഒരു ഇത് കാണാൻ പറ്റും, അത്ര മാത്രമേ നമ്മളിവിടെ വരച്ചു കൊടുത്തിട്ടുള്ളൂ. അതുപോലെ അപ്പുറത്തെ കൈയും ലെഫ്റ്റിലത്തെ കൈയും അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു പോർഷൻ വരച്ചു കൊടുക്കാം. ഇനി ആ ഒരു ബോഡിയുടെ കറക്റ്റ് താഴെ ഭാഗത്ത് ലെഗ് വരാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് പെൻസിൽ വെച്ചിട്ട് ഒന്ന് നോക്കിയിട്ട് ആ ഒരു ഭാഗത്താണ് നമ്മൾ കാലിൻ്റെ പോർഷൻ വരച്ചു കൊടുക്കുന്നത്. കണ്ടോ, നടന്ന് പോകുന്ന ഒരു ലുക്കാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ കാലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനവിടെ വരച്ചതിൽ ചെറിയൊരു ഷേപ്പിൽ ഇത് വന്നത് കൊണ്ട് ഞാനതൊന്ന് റബ്ബ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് ശരിയാക്കുന്നുണ്ട്.
ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് പെൻസിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ആ ഗേള് ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ലുക്കാണ് നമുക്ക് വരച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്ലൈനെല്ലാം നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ അതിൻ്റെ ഷെയ്ഡിങ്ങും ഹെയറെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹെഡിൻ്റെ ആ ഭാഗത്തുനിന്ന് അപ്പ് ടു ഡൗൺ ആണ് ഇതുപോലെ ഒരു ലൈൻസ് പോലെ നമ്മൾ ചേർത്ത് വരച്ചു കൊടുക്കേണ്ടത്. മുകളിൽ നിന്നും താഴേക്കും താഴെ നിന്നും മുകളിലേക്കും ഇതുപോലെ അടുപ്പിച്ച് നമ്മൾ കുറച്ച് ലൈൻസ് പോലെ ഇട്ട് കൊടുക്കുക. നല്ല സ്ട്രെയിറ്റ് ആയിട്ടല്ല, റൈറ്റ് സൈഡിൽ റൈറ്റിലേക്കും ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റിലേക്കും അങ്ങനെ വളച്ച് തന്നെയാണ് നമ്മൾ കുഞ്ഞു ലൈൻസ് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മിഡിൽ ഭാഗത്ത് ചെറിയൊരു വൈറ്റ് പോർഷൻ നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ കിട്ടും. അപ്പോൾ ആ ഒരു ഹെയറിൻ്റെ ആ ഒരു റിഫ്ലക്ഷൻ, ആ ഒരു ലൈറ്റിൽ നിന്നുള്ള റിഫ്ലക്ഷൻ നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതുപോലെ ഹെയറിൻ്റെ ഓരോ പോർഷനും നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഫ്രണ്ടിൽ ഹെയർ കട്ട് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തും നമുക്ക് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. അപ്പ് ടു ഡൗൺ ടു അപ്പ്, ഇതുപോലെ കുഞ്ഞു ലൈൻസ് വരച്ച് നമുക്ക് ഈ ഒരു ലുക്ക് തന്നെ നമുക്ക് വരച്ചെടുക്കാം. ഇനി താഴേക്ക് പരന്ന് നിൽക്കുന്ന ഹെയറാണ് നമ്മളിപ്പോൾ വരയ്ക്കാൻ പോകുന്നത്. അതപ്പോൾ ഷേപ്പായിട്ട് തന്നെ നമ്മൾ വരയ്ക്കുക, സ്ട്രെയിറ്റായിട്ട് വരയ്ക്കാൻ പാടില്ല. ഏത് ഭാഗത്തേക്കാണ് ഹെയർ ഇങ്ങനെ പരന്ന് നിൽക്കുന്നത് നമ്മൾ വരച്ചിരിക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് തന്നെ വരയ്ക്കുക. അത് മുകളിൽ നിന്നും താഴേക്ക് അതുപോലെ ഷേപ്പാക്കി കൊണ്ടുവരിക. അതുപോലെ താഴെ നിന്നും മുകളിലേക്കും ഷേപ്പാക്കി പതിയെ നമ്മൾ ഇതുപോലെ ഹെയർ വരച്ചു കൊടുക്കാം. അതുപോലെ ആ ഹെയറിൻ്റെ ഓരോ പോർഷനും നമുക്ക് ഇതുപോലെ താഴേന്ന് മുകളിലേക്കും മുകളിൽ നിന്നും താഴേക്കും ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾക്ക് വരച്ചു കൊടുക്കാം. ഒരിക്കലും സ്ട്രെയിറ്റായിട്ട് വരയ്ക്കരുത്. ഹെയർ ഏത് ഭാഗത്തേക്കാണ് നമ്മൾ വരച്ച് പരന്ന് നിൽക്കുന്നതായിട്ട് വരച്ചിരിക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ വേണം നമ്മൾ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ, മുകളിൽ നിന്നും താഴേക്കും താഴെ നിന്നും മുകളിലേക്കും നമ്മളിതുപോലെ വരച്ചുകൊണ്ടേയിരിക്കുക. ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും ചെറുതായ രീതിയിൽ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് നമുക്ക് കിട്ടും. അത് ആ ഒരു റിഫ്ലക്ഷൻ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു ലൈൻസ് എല്ലാം ഒന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. കണ്ടോ, ചില ലൈൻസ് നമ്മളൊന്ന് ഡാർക്കാക്കി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത്. ഇത് പല ഷെയ്ഡ് പെൻസിൽ ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നില്ല. ഞാനൊരു റഫായിട്ടുള്ളൊരു സ്കെച്ച് വരയ്ക്കുന്നത് കൊണ്ട് ഞാൻ ആർട്ട് ലൈൻ പെൻസിൽ 10B വെച്ച് തന്നെയാണ് ഞാനിതെല്ലാം വരച്ചിരിക്കുന്നത്. ഒരു ആർട്ട് ലൈൻ പെൻസിൽ കൊണ്ട് നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നല്ല ഇതിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രോയിങ് വരയ്ക്കാൻ കഴിയും. ഇനി നമ്മൾ ഹെയറിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ആ ഫ്രോക്കിൻ്റെ മുകളിലത്തെ പോർഷനാണ് നമ്മൾ ഇപ്പോൾ ഷെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കളർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ഡാർക്കാക്കി കൊടുക്കുകയാണ്. ആ ഫ്രോക്കിൻ്റെ മുകളിലത്തെ പോർഷൻ നമ്മൾ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതേ പെൻസിൽ വെച്ചിട്ട് തന്നെ. കണ്ടോ,
അത് ഷേപ്പ് കളർ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് ആ ഷേപ്പ് പോവാണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് കളർ ചെയ്യാം. അപ്പം മുകളിലത്തെ പോർഷൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ഭാഗത്ത് വരുമ്പോൾ വളരെ ലൈറ്റ് ടച്ച് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് ആദ്യം ചെയ്തിരുന്ന പോലെ അത്രയും ഡാർക്ക് ആക്കുന്നില്ല, വളരെ ലൈറ്റായിട്ടാണ് സ്ലീവിൻ്റെ പോർഷൻ ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ അവിടെ നമുക്ക് ചെറിയൊരു ഡോട്ടൊക്കെ ഇട്ട് കൊടുക്കാം സ്ലീവിൽ. കണ്ടോ, ഇതുപോലെ അവിടെ നമുക്ക് ഡോട്ടെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പം നല്ലൊരു ലുക്ക് കിട്ടി. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ ബാക്കിയുള്ള ആ ഒരു താഴത്തേക്കുള്ള പോർഷൻ, അതായത് ഇങ്ങനെ പരന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മൾ വരച്ചിട്ടുള്ള ഒരു ഭാഗത്തേക്ക് നമ്മൾ ഷെയ്ഡിങ് ചെയ്യാൻ പോവാണ്, ഷെയ്ഡിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുത്തിപ്പിടിച്ച് ഒരിക്കലും നമ്മൾ ഷെയ്ഡിങ് ചെയ്യാൻ പാടില്ല. ചരിച്ച് പെൻസിൽ ഇതുപോലെ ചരിച്ച് പിടിച്ചിട്ട് മാത്രമേ നമ്മൾ ഷെയ്ഡിങ് കൊടുക്കാൻ പാടുള്ളൂ. ഷെയ്ഡിങ് കൊടുക്കുമ്പോൾ അമർത്തി പ്രസ് ചെയ്ത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കൊടുക്കുക. അപ്പോൾ ആർട്ട് ലൈൻ പെൻസിൽ ഒക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷെയ്ഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നോർമൽ പെൻസിലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഷെയ്ഡിങ് കിട്ടില്ല. ആർട്ട് ലൈൻ പെൻസിൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ നമുക്ക് ഷെയ്ഡിങ് എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ലൈറ്റായിട്ട് ഞാൻ ഇതുപോലെ പെൻസിൽ ചരിച്ച് പിടിച്ചിട്ട് നമുക്ക് ആ ഫ്രോക്കിൻ്റെ പോർഷൻസിലെല്ലാം ഞാനിതുപോലെ ഷെയ്ഡിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുത്തിപ്പിടിച്ച് ഒരിക്കലും ഷെയ്ഡിങ് ചെയ്യാൻ പാടില്ല. പെൻസിൽ ചരിച്ച് പിടിച്ചിട്ടാണ് ഇതുപോലെ ഷെയ്ഡിങ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോരോ ഫ്രോക്കിൻ്റെ ഓരോരോ പോർഷനിലും ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് പുറത്ത് പോകാത്ത രീതിയിൽ ഇതുപോലെ നമ്മൾ ഷെയ്ഡിങ് കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ അവിടെ എല്ലാം നമ്മൾ ചെറുതായിട്ട് ഷെയ്ഡിങ് കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ പറന്ന് നിൽക്കുന്ന ആ ബബിൾസ് പോലെ നമ്മൾ ഇതുപോലെ വാട്ടർ ഡ്രോപ്പ് പോലെയൊക്കെ വരച്ചിട്ടുണ്ട്. അവിടെയും ചെറുതായിട്ട് നമുക്ക് പെൻസിൽ കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ആ താഴെ ഭാഗത്തെല്ലാം നമുക്ക് ഇതുപോലെ ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. ആ ഓരോ ലൈൻസും ഒന്നും കൂടെ നമ്മൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ ഒന്നും കൂടെ ആ ലൈൻസ് വരുന്ന ഭാഗത്ത് നമ്മൾ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഷെയ്ഡിങ് ചെയ്യുമ്പോൾ പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ലൈൻസ് വരുന്ന ഭാഗത്ത് മാത്രം നമ്മൾ പെൻസിൽ വെച്ച് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ ആ ഭാഗത്ത് മാത്രം ചെറുതായിട്ട് ഒന്ന് ഡാർക്ക്നെസ് കൂടുതലാക്കി നമുക്ക് കൊടുക്കാം. ഇതുപോലെ ഓരോരോ നമ്മൾ ലൈൻസ് വരുന്ന ഭാഗത്തും ഇതുപോലെ നമുക്ക് ഡാർക്കായിട്ട് ഷെയ്ഡിങ് ഒന്ന് ഡാർക്കാക്കി കൊടുക്കാം. ഇപ്പം നമ്മൾ ആ ഓരോ ലൈൻസിൻ്റെ ഭാഗത്തും ഒന്നും കൂടെ നമ്മൾ ഷെയ്ഡിങ് ഒന്ന് ഡാർക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളൊരു പേപ്പർ സ്റ്റാമ്പ് വെച്ചിട്ട് നമ്മൾ ആ ഡാർക്ക് ആക്കി കൊടുത്ത ഭാഗത്ത് കുറച്ച് പ്രസ് കൂടുതലാക്കിയിട്ടും ലൈറ്റ് ഷെയ്ഡ് ആക്കിയ ഭാഗത്ത് വളരെ ലൈറ്റായിട്ട് നമ്മൾ ഷെയ്ഡിങ് ചെയ്ത് മുന്നോട്ട് പോവാം. കണ്ടോ, ഞാൻ ആ പേപ്പർ സ്റ്റാമ്പ് വെച്ചിട്ട് ഡാർക്ക് ആക്കിയിട്ടുള്ള ഭാഗത്തെല്ലാം ഞാനിപ്പോൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റായിട്ടുള്ള ഭാഗത്തേക്ക് വളരെ ലൈറ്റായിട്ടാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമ്മൾ കാറ്റത്ത് ആ ഒരു ഫ്രോക്ക് പറന്ന് നിൽക്കുന്ന കറക്റ്റ് ലുക്കിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലെ ഡാർക്ക് ആക്കിയിരിക്കുന്ന നമ്മൾ ഷെയ്ഡിങ് കൊടുത്ത ഭാഗത്തെല്ലാം ഷെയ്ഡിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റായിട്ട് കൊടുക്കേണ്ട സ്ഥലത്ത് വളരെ ലൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷെയ്ഡിങ് കൊടുത്ത് ബ്ലെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിതുപോലെ ഓരോ ലൈൻസിൻ്റെ ഭാഗത്തും ഇതുപോലെ പേപ്പർ സ്റ്റമ്പ് കൊണ്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ആ കറക്റ്റ് ലുക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, ലൈറ്റായിട്ടുള്ള ഭാഗത്തെല്ലാം നമ്മൾ വളരെ ലൈറ്റായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഡാർക്കായിട്ടുള്ള ഭാഗത്ത് അതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് നമ്മൾക്ക് ആ ബ്ലെൻഡിങ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാം. കണ്ടോ, ഇതുപോലെ നമുക്ക് ആ ലൈൻസ് ഉള്ള ഭാഗത്തെല്ലാം കുറച്ച് നമ്മൾ ഡാർക്ക് ഷെയ്ഡ് കൊടുത്തൊരു ഭാഗത്തെല്ലാം ഇതുപോലെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, അത് ആർട്ട് ലൈൻ പെൻസിൽ തന്നെ വേണമെന്ന് കൂടുതൽ പിന്നെയും ഞാൻ എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. ആർട്ട് ലൈൻ പെൻസിൽ കൊണ്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡ്രോയിങ്ങിന് ആ ഒരു കറക്റ്റ് ലുക്ക് കിട്ടുകയുള്ളൂ. ഒരു നോർമൽ പെൻസിൽ കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം എന്നല്ലാണ്ട് നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ല. ഇതൊരു റഫായിട്ട് ഞാൻ ജസ്റ്റ് വരച്ചതാണ്. കുറച്ചും കൂടെ ഭംഗിയാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്ന വീഡിയോ ഞാൻ ഇടുന്നതാണ്. കണ്ടോ, ആ താഴെ പോർഷനെല്ലാം നമ്മൾ ഇതുപോലെ പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് ഒന്നും കൂടെ നമുക്ക് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഡ്രോയിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് പേപ്പർ സ്റ്റമ്പ് കൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം, ഒരു ഷെയ്ഡിങ്ങിന് വേണ്ടി മാത്രം. അത് കഴിഞ്ഞിട്ട് ആ ഹെയറിൻ്റെ പോർഷനിലെല്ലാം നമുക്ക് ഇതുപോലെ പതിയെ മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലേക്കും ആ ഷേപ്പോട് കൂടി തന്നെ നമുക്കിതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ വളരെ നമുക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഹെയറിൻ്റെ ആ താഴത്തെ പോർഷൻ മാത്രം നമ്മളൊന്ന് ഷാർപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷാർപ്പ് പെൻസിൽ എടുത്തിട്ട് ഹെയറിൻ്റെ താഴെ പോർഷൻ നമുക്കിതുപോലെ ഒന്ന് വളച്ച് ഷാർപ്പാക്കി കൊടുക്കാം. കണ്ടോ, ഇതുപോലെ ഒരു ഷാർപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാം അതിൻ്റെ താഴെ പോർഷൻ. ഇനി നമ്മൾ താഴെ കുറച്ച് ഷേപ്പാക്കി നിർത്തിയിട്ടുണ്ട് താഴെ ഭാഗത്ത്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ തന്നെ പതിയെ വളരെ കെയർഫുള്ളായിട്ട് വളരെ പ്രസ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് നമുക്ക് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. ആ ഗേള് അതിലെ നടന്നു പോകുന്ന ഒരു പെർഫെക്റ്റ് വ്യൂ നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് അത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതെല്ലാം ഇതുപോലെ വളരെ ശ്രദ്ധിച്ച് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്ത പോർഷനിലും നമ്മൾ ഇതേപോലെ തന്നെ ഇത് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, പുറത്തേക്ക് പോകാത്ത രീതിയിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചിട്ട് നമ്മൾ ഈ പോർഷൻസ് എല്ലാം ഇതുപോലെ ഒന്ന് ഷെയ്ഡിങ് ചെയ്ത് കൊടുക്കാം. ഇതൊരാൾക്ക് ഇത് നോക്കി വരയ്ക്കാനായിട്ടുള്ള സമയം ഞാൻ ഈ വീഡിയോയിൽ തരുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെ എല്ലാവർക്കും ചെയ്യാനായിട്ടുള്ള ഒരു വീഡിയോയാണ് ഇത്. അപ്പോൾ നമ്മൾ അത് ഷെയ്ഡിങ് കൊടുത്തതിന് ശേഷം നമ്മുടെ പേപ്പർ സ്റ്റമ്പ് കൊണ്ട് നമുക്ക് അതെല്ലാം ഒന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഫസ്റ്റ് പോർഷൻ നമ്മൾ ഇതുപോലെ പേപ്പർ സ്റ്റാമ്പ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പോർഷനിലും ഇതുപോലെ തന്നെ പേപ്പർ സ്റ്റാമ്പ് കൊണ്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഞാൻ ആ ഭാഗത്തൊക്കെ ഒന്നും കൂടെ പെൻസിലും കൊണ്ട് ഷെയ്ഡിങ് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്നും കൂടി നമുക്ക് പേപ്പർ സ്റ്റമ്പ് വെച്ച് ഒന്നും കൂടി നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പേപ്പർ സ്റ്റമ്പ് കൊണ്ട് നമുക്ക് ഒന്നും കൂടെ ഞാൻ ഈ പോർഷനിലെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
കണ്ടോ? ഇപ്പം നമ്മുടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗേളിൻ്റെ പെൻസിൽ ഡ്രോയിങ് നമ്മുടെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് നോക്കി തന്നെ ഡ്രോയിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുള്ള സമയവും ഈ വീഡിയോയിൽ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനെല്ലാം വളരെ ഈസി ആയിട്ട് ഇത് നോക്കി വരയ്ക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ വരച്ചതിന് ശേഷം ആ ബോർഡറെല്ലാം ഒന്നും കൂടെ നമ്മളൊന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഹാൻഡിൻ്റെ പോർഷനെല്ലാം വളരെ ചെറിയ രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അവിടെ വളരെ ഡാർക്കായിട്ട് നമ്മൾ ഷെയ്ഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പേപ്പർ സ്റ്റമ്പും കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ മാത്രം മതി. അവിടെ വേറെ ഷെയ്ഡിങ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കണ്ടോ? അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഗേളിൻ്റെ ഡ്രോയിങ് നമുക്ക് വരയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രോയിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഈസി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള പെൻസിൽ ഡ്രോയിങ് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഈ ബ്യൂട്ടിഫുൾ ഗേൾ ഡ്രോയിങ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.